ഈശ്വര, എല്ലാവർക്കും ഒരു നല്ല ദിവസമായിരിക്കണേ. അതെ, ഗ്യാസ് കിട്ടാത്തത് കൊണ്ട് നമ്മുടെ വടക്കേമുക്കിലെ അശ്വതിയുടെ ചായക്കട തുറക്കാത്തത് കാരണം എൻ്റെ രാവിലത്തെ ഒരു നല്ല ചായ കൂടി മുടങ്ങി. എടീ, നീ ഒരു ചായ ഇങ്ങെടുത്തേ. ഓ, ഞാൻ കേട്ടു. വെളിയിലെ ചായ കൊള്ളാം, ഞാനിടുന്ന ചായ മോശം അല്ലേ? ഓ, രാവിലെ തന്നെ വാ തുറന്നു പറഞ്ഞ സത്യം അവൾ കേൾക്കുകയും ചെയ്തു. ഇതാ പറയുന്നത്, സംതൃപ്തമായ കുടുംബജീവിതത്തിന് കുറെയൊക്കെ കള്ളം പറയേണ്ടി വരും. പിന്നെ അവിടെ ഇരിക്കുന്ന പത്രം മാത്രം വായിച്ചാൽ മതിയേ. അവിടെ ചിലപ്പോൾ കറണ്ട് ബില്ലും കാണും. അതെടുത്ത് നോക്കി ഉള്ള സന്തോഷം കളയണ്ട. അതാണ് നല്ലത്. ഞാൻ ഈ പത്രത്തിലൂടെ ലോകമൊന്ന് ചുറ്റട്ടെ. നീ കണ്ടോടി, തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ നമ്മൾ സാധാരണക്കാരെ അധികാരികൾ പരിഗണിക്കുന്നത് കണ്ടോ? ഒരാൾ പെൻഷൻ 2000 ആക്കുന്നു, മറ്റൊരാൾ 3000 ആക്കാമെന്ന് പറയുന്നു. അതെ, അപ്പുറത്തെ സ്റ്റേറ്റിലെ പെൻഷൻ 5000 ആക്കും. നിങ്ങൾക്കിനി അങ്ങോട്ടോ മറ്റോ പോകാനുള്ള പ്ലാൻ ഉണ്ടോ? ഛേ, അതെങ്ങനാടി പോകുന്നത്? നമ്മുടെ ഈ മനോഹരമായ നാട് വിട്ട് ആര് പോകുമെടി? വിഷുവും ക്രിസ്മസും പെരുന്നാളുമൊക്കെ പരസ്പര സൗഹൃദത്തോടെ കൊണ്ടാടുന്ന നമ്മുടെ നാട് സ്വർഗം അല്ലേടി? ഓരോ സ്ഥലത്ത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങൾ പോരടിക്കുന്നത് കാണുമ്പോൾ, അതിന് അധികാരികൾ കുടപിടിക്കുന്നത് കൂടെ കാണുമ്പോൾ നമ്മുടെ നാടിനെ നമ്മൾ എങ്ങനെ പുകഴ്ത്താതിരിക്കും? ഓ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. നമ്മുടെ മെമ്പർ മെസ്സേജ് ഇട്ടിരുന്നു. അവരുടെ തിരുവാതിരക്കളിയുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്താ ലൈക്ക് അടിക്കാത്തതെന്ന് ചോദിച്ചുകൊണ്ട് 2-3 പ്രാവശ്യം വിളിച്ചിരുന്നു. എടി, ഞാനതിന് അവരുടെ തിരുവാതിര എന്ന് അവകാശപ്പെടുന്ന കളി കണ്ടിട്ടില്ലല്ലോ. അതിനാര് കണ്ടു? അവരുടെ തിരുവാതിര അടിപൊളിയാണെന്ന് പറഞ്ഞൊരു തള്ളങ്ങ് തള്ളിയാ മതി, അവർക്ക് സന്തോഷമായിക്കോളും. പിന്നെ അവരെ കൊണ്ട് നമുക്ക് ഒത്തിരി ഉപകാരമുള്ളതാ, അത് മറക്കണ്ട. ഈശ്വര, രാവിലെ തന്നെ എന്നെ കൊണ്ട് വല്ല കള്ളവും പറയിപ്പിക്കുകയാണല്ലോ. അതെ, ഞാൻ ആലോചിക്കുമായിരുന്നു, ഞങ്ങളുടെയൊക്കെ ആയ കാലത്ത് ഇങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ? അന്ന് പെണ്ണുങ്ങൾക്ക് പരദൂഷണവും നുണപറച്ചിലും ഒക്കെ ആയിരുന്നു ഹോബികൾ. ഇന്നവർ തിരുവാതിര കളിയും കൈകൊട്ടിക്കളിയും നടത്തി സമയം കളയുന്നു. ദേ മനുഷ്യ, ഇന്നത്തെ പെണ്ണുങ്ങൾ അങ്ങനെ കൊച്ചാക്കാൻ വരട്ടെ. ഇന്നത്തെ പെണ്ണുങ്ങൾ തീവണ്ടിയും വിമാനവും ഓടിക്കുമെന്ന് മാത്രമല്ല, ബഹിരാകാശം വരെ പോവുകയും ചെയ്തു. നമ്മുടെ MRIയിലെ ചുണക്കുട്ടികളും നാളെ ഇതൊക്കെ ആയാലോ അല്ലേ? നമ്മുടെ ബഷീറാണല്ലോ. എന്താണാവോ രാവിലെ? ആ, പറഞ്ഞോ. ഓ, ഇവിടെ ഒരു വിശേഷവുമില്ല. അവിടെയോ? ആ, മോന്റെ കാര്യമോ? അവനെന്തു പറ്റി? ഓ ഓ ഓ അവിടെയൊക്കെ പ്രശ്നമാണല്ലോ. അവൻ സേഫ് ആണല്ലോ. ഓ, അപ്പോൾ ഇങ്ങോട്ട് വരുന്നുവല്ലേ? അതിന് നീ എന്താ വിഷമിക്കുന്നത്? നമുക്കിവിടെ എന്തെങ്കിലും കണ്ടുപിടിക്കാം. നമ്മുടെ നാട്ടിലൊക്കെ അവസരമുണ്ടെന്നേ, നമ്മൾ അത് കാണുന്നില്ലെന്ന് മാത്രം. നീ ധൈര്യമായിട്ടിരിക്ക്. അവൻ വരട്ടെ, നമുക്ക് നോക്കാം. ശരി ശരി, ഓക്കെ. എന്താ പ്രശ്നം?
ഷാനുവിന് വല്ല കുഴപ്പവും? ഏയ്, അവന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ യുദ്ധം കാരണം അവന്റെ പണി പോകുന്ന അവസ്ഥയിലാണ്. കുറെ കാശ് മുടക്കി പോയതല്ലേ, അതിന്റെ ഒരു വിഷമം. സമ്പത്ത് കൈയടക്കാനുള്ള വൻ ശക്തികളുടെ അധിനിവേശം കാലം എത്ര കഴിഞ്ഞാലും അതിനൊരു മാറ്റവുമില്ല. എത്ര ജീവനുകളാ നഷ്ടമാകുന്നത്. നമ്മളെപ്പോലെ ജോലി തേടി പോകുന്ന സാധാരണ മലയാളികൾ അതിന്റെ ദുരിതം മുഴുവൻ അനുഭവിക്കുന്നു. ഓ, പത്രത്തിന്റെ ഉൾപേജ് നോക്കാൻ തുടങ്ങി. ഇനിയിപ്പോ ആശാൻസ് എന്തിയാകും? ഹോ, കഷ്ടം തന്നെ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി മനുഷ്യൻ എന്തൊക്കെ അതിക്രമങ്ങളാടി കാട്ടിക്കൂട്ടുന്നത്. ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, മകൻ അമ്മയെ കൊല്ലുന്നു. മൃഗങ്ങളെ പോലും നാണിപ്പിക്കുന്ന ക്രൂരതല്ലേടി ഇതൊക്കെ. ഓ, സെന്റി ആയല്ലോ. മനുഷ്യ, അതുകൊണ്ടല്ലേ നമ്മുടെ എംആർഐക്കാർ നമ്മുടെ കടമ എന്ന നിലയ്ക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തിട്ടുള്ളത്? സംശയം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കേട്ടു നോക്ക്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം കർമ്മനിരതരാകേണ്ട ഒരു തലമുറയെ ആകെ ഗ്രസിക്കുന്ന വിപത്തായി മാറിയിരിക്കുന്നു. ഇതിനെതിരെ പടപൊരുതേണ്ടതും ബോധവൽക്കരണം നടത്തേണ്ടതും മറ്റേത് സംഘടനയെയും പോലെ മാതൃകയുടെയും കടമയാണെന്ന സത്യം നാം വിസ്മരിക്കുന്നില്ല. ഈ കുഞ്ഞുങ്ങളുടെ ഈ സ്കിറ്റ് അതിനായുള്ള ഒരു പ്രചോദനമാകട്ടെ. നന്ദി, ടീം MRI.